ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോക്കനട്ട് ബണ്ണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കോക്കനട്ട് ബണ്ണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബണ്ണ് തയ്യാറാക്കുന്നതിന് വേണ്ടി 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇളം ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവിനേക്കാളും അല്പം ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാനിവിടെ മൊത്തം 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 1/4 കപ്പ് പാലിലേക്കാണ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 3/4 കപ്പ് പാല് ചേർത്തിട്ടാണ് ഇപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത്. ഞാനിതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. മാവിന് മുകളിലായിട്ട് അല്പം ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 3 മുതൽ 4 മണിക്കൂർ വരെ മാറ്റി വെക്കാം. മാവ് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 6 ടീസ്പൂണോളം പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ പഞ്ചസാരയും ഏലക്കയും ഒരുമിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് എയറൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൽ 2 പീസ് അല്പം വലുതായിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിനെ ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. അല്പം കട്ടിയായി തന്നെ പരത്തിയെടുക്കണം. ഇനി ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ട് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് അല്പം പൊടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായി പരത്തിയെടുത്തിട്ടുള്ളത് ഒരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ വലുതായി പരത്തിയെടുത്തിട്ടുള്ള ഒരെണ്ണം ഇതുപോലെ വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാം. 220 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റിന് ശേഷം ഇത് ഒന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. 220 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 45 മിനിറ്റിന് ശേഷം നമ്മുടെ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും കാണുക. താങ്ക് യു.